ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. 1200 ആണ്ട് മേടമാസം 31 തീയതി 2025 മെയ് മാസം 14 തീയതി വ്യാഴഗ്രഹ മാറ്റത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. വ്യാഴഗ്രഹം 2025 മെയ് മാസം 14 തീയതി രാത്രി 10:55 ഇടവൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം മിഥുനൻ രാശിയിലേക്ക് മാറുകയാണ്. മിഥുനൻ രാശിയിലേക്ക് മാറുമ്പോൾ ഓരോരോ രാശിക്കാർക്കും എങ്ങനെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മളോട് ചിന്തിക്കുന്നത്. വ്യാഴം ഏകദേശം 1 വർഷ കാലയളവിലാണ് ഈ മിഥുനൻ രാശിയിൽ സാധാരണ നിൽക്കാറുള്ളത്. പക്ഷേ ഈ പ്രദേശം മാറുന്ന രാശിയിൽ മാറുന്ന വ്യാഴം 10 മാസമേ നിൽക്കുകയുള്ളൂ. ബാക്കി 2 മാസം കർക്കിടക രാശിയിലാണ് സഞ്ചരിക്കുക. എങ്ങനെയെന്ന് വെച്ച് പറഞ്ഞാൽ ഒക്ടോബർ 20 തീയതി വരയ്ക്കും മിഥുനത്തിലും ഒക്ടോബർ 20 ശേഷം കർക്കിടകത്തിലും. ഒക്ടോബർ 20 ശേഷം പറഞ്ഞാൽ ഡിസംബർ ജനുവരി 2 മാസ കാലയളവിൽ കർക്കിടക രാശിയിൽ നിന്ന് വീണ്ടും ജനുവരി ലാസ്റ്റോടുകൂടി വീണ്ടും മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. വക്രഗതിയോടുകൂടി മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ 10 മാസ കാലയളവിലാണ് പറഞ്ഞത്. 2 മാസം കർക്കിടക രാശിയിൽ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 2 മാസം കർക്കിടക രാശിയിൽ നിൽക്കുന്നതും അതിൻ്റെ കൂടാതെ തന്നെ ഈ 10 മാസം മിഥുന രാശിയിൽ നിൽക്കുന്നതിനെ പറ്റിയും ഒരു വീഡിയോ, അതായത് ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടാവും എന്നുള്ള ഓരോരോ ഫലങ്ങളാണ് പറയുന്നത്. നമ്മൾക്ക് ആദ്യം തന്നെ അടുത്ത രാശിയിലേക്ക് പോകും. ഏത് രാശിക്കാർക്കാണുള്ളത് നോക്കാം. വൃശ്ചിക കൂറുകാർക്ക്, അതായത് വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടി ചേരുന്ന വൃശ്ചിക രാശി അല്ലെങ്കിൽ കൂറ് എന്നിവർക്ക് ഇതുവരെ ആ രാശിയുടെ അല്ലെങ്കിൽ ആ വൃശ്ചിക കൂറിൻ്റെ 7ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഇടവൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യാഴം 8ാം ഭാവമായിട്ടുള്ള അഷ്ടമസ്ഥാനമായിട്ടുള്ള 8ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ വൃശ്ചിക കൂറുകാർക്ക് ഇതുവരെയുള്ള അനുകൂല ഫലം നഷ്ടപ്പെടുകയാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഈ 8ാം ഭാവത്തിലേക്ക് വരുമ്പോൾ വൃശ്ചിക കൂറുകാർ ചിന്തിക്കുന്നുണ്ടാവും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടകശനി ഒഴിഞ്ഞ് ഒരുവിധമായുള്ളൂ. അപ്പോഴേക്കും വ്യാഴം 8ലേക്ക് പോയി അതിൻ്റെ അവസ്ഥ ഒന്ന് ശരിയായി വരുമ്പോഴേക്ക് മറ്റൊന്ന് തരികടിയാകുന്നതായിട്ടുള്ള അനുഭവം ഇവർക്ക് പലപ്പോഴും കണ്ടുവരാറുള്ള ഒരു അതിശയകരമായിട്ടുള്ള ഒരു കൂറുകാരൻ തന്നെയാണ് വൃശ്ചിക കൂറ് എന്ന് പറയുന്നത്. കാരണം ഒരു വേദിയിൽ 2 പേരെ തൃപ്തിപ്പെടുത്തേണ്ട ഇത് വരുന്ന സമയത്ത് ആ തൃപ്തിപ്പെടുത്തുന്ന സ്വഭാവം വരുമ്പോഴേക്ക് മറ്റാൾ കോപപ്പെടുകയാണ് എന്നതിലാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ അഷ്ടമ വ്യാഴം ദോഷം തന്നെയാണ്. ഏത് വിധത്തിലുള്ള ദോഷത്തെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കിയാൽ, കാരണം ജീവിച്ചല്ലേ മതിയാവുള്ളൂ എന്ന ഒരു പ്രധാന പ്രകാരവും ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സന്താനത്തിൻ്റെയും ധാന്യത്തിൻ്റെയും സ്വർണത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ലാഭത്തിൻ്റെയും കാരകനായിട്ടുള്ള വ്യാഴമാണ് 8ാം ഭാവത്തിൽ. അതും അസഹ്യമായിട്ടുള്ള സ്ഥാനമാണ്. അസഹ്യമായിട്ട് പറഞ്ഞാൽ അഷ്ടമം സ്ഥാനം എന്ന് പറയുമ്പോൾ സർവത്ര നാശം, സർവ പ്രണാസോ വിപദോ അപവാദോ കേതു പ്രദേശോ മരണശ ദാസ മടാധികം ഗതാച്ച. അതായത് അഷ്ടമത്തിൽ ഏത് ഗ്രഹം വരുന്നുവോ ആ ഭാവത്തിനനുസരിച്ച് നാശങ്ങൾ, ധനത്തിന് നാശം ഉണ്ടാകാനുള്ള സാധ്യത, സന്താനങ്ങൾക്ക് നാശത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ എല്ലാവർക്കും വരുന്നില്ല. അവർക്ക് അതുപോലെ തന്നെ കടബാധ്യതകൾ നിയന്ത്രിക്കാൻ പറ്റാത്ത ലെവലിൽ വരിക, കടബാധ്യതകൾ പെരുകി വരിക, കടബാധ്യതകൾ മൂലം മാനഹാനി സംഭവിക്കുക, അപമൃത്യു സംഭവിക്കുക എന്ന് വെച്ച് പറഞ്ഞാൽ മാനഹാനി വരുന്ന സമയത്ത് ചിന്താഗതികൾ മാറുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുക. അതുമൂലം കുടുംബത്തിൽ കലഹമുണ്ടാകുക, സന്താനങ്ങൾ, അതായത് വീട്ടിലെ അവസ്ഥയും ദുരിതാവസ്ഥയും ധനാവസ്ഥയും കടബാധ്യതകളും കൊണ്ട് വീർപ്പുമുട്ടി നിൽക്കുന്ന മുതിർന്നവരായിട്ടുള്ള, അതായത് സമ്പാദിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സന്താനങ്ങൾ അവർ എത്ര കൊണ്ടുവന്നാലും വീട്ടിൽ തികയുന്നില്ല എന്നൊരു ഇതും
സന്താനങ്ങൾ നേരാവിധം സമ്പാദിക്കുന്ന ധനം വീട്ടിലെത്തിക്കുന്നില്ല എന്ന ചിന്താഗതി മാതാപിതാക്കൾക്കും കൂടി ചേർന്ന് കഴിയുമ്പോൾ അവിടെ കുടുംബ പ്രശ്നം ഉടലെടുക്കുകയായി. അങ്ങനെ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുകളുണ്ടാവും, കലഹങ്ങളുണ്ടാവും, ഭീഷണികളുണ്ടാവും. അതിനെല്ലാം നേരിടുവാനുള്ള ചങ്കൂറ്റം ഗൃഹനാഥനും ഗൃഹനാഥിക്കും വേണം എന്നുള്ളതാണ്. പിന്നെ അവരവർ തന്നെ കുടുംബത്തിനെ സ്വന്തം നിയന്ത്രണാവസ്ഥയിലേക്ക് കൊണ്ടുവരിക. പരിഹാരകർമ്മ ഏതേത് മതസ്ഥർക്കുള്ള പരിഹാരകർമ്മങ്ങൾ അവരവർ ചെയ്യാൻ പറ്റുന്നവ ഏതൊക്കെയാണോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സൂക്ഷിക്കേണ്ടത് വെച്ചാൽ കടം ഒരുപാട് വാങ്ങി കൂട്ടാതിരിക്കുക, പറ്റാവുന്ന കടങ്ങളെല്ലാം പറഞ്ഞു നിർത്തുക, അല്ലാത്ത പക്ഷം കുറച്ചായിട്ട് മീട്ടി നിർത്തുക എന്നാണ് പറയുന്നത്. അതിനിവിടെ വരുമാനം വേണ്ട എന്നുള്ള ചിന്താഗതിയാണ്. ഇതുവരെ 4-ാം ഇടത്തിൽ കണ്ടകശനി ഉണ്ടായിരുന്നത് മാറി പോകുമ്പോൾ ദേഹസംബന്ധമായിട്ടുള്ള ദേഹസംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ രോഗസംബന്ധമായിട്ടുള്ള ശരീര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ആശുപത്രിവാസങ്ങളും ആക്സിഡൻറ്റും അങ്ങനെയുള്ള ഇതെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന അവർക്ക് പിന്നെയും ധനത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ തൊഴിലുണ്ടാവും. തൊഴിലിൽ പ്രശ്നം വരില്ല എന്നുള്ള പറയുന്നത്. തൊഴിലുണ്ടാവും. തൊഴിൽ കൂടെ വരുമാനം ഉണ്ടെങ്കിലും ആ വരുമാന വർധനവ് ഉണ്ടാവില്ല, ആ വരുമാനം കയ്യിൽ കെട്ടുകയില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗർഭിണികൾ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ പ്രസവം ഗർഭം ധരിക്കുന്ന ഗർഭിണികൾ വളരെ സൂക്ഷിക്കണം. ഗർഭസ്ഥ ശിശുവിനെ വയറ്റിൽ കൊണ്ട് നടക്കുന്നവർ വളരെ സൂക്ഷ്മാലുക്കളായിരിക്കണം. അതുപോലെ തന്നെ നടക്കുമ്പോഴും ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ സന്താനകാരകൻ കൂടിയാണ്. അത് കാരണം അവനവൻ്റെ അശ്രദ്ധ മൂലം എന്തെങ്കിലും ഭാഗപ്പിഴകൾ പറ്റിക്കഴിഞ്ഞാൽ സന്താനങ്ങൾക്കത് ബുദ്ധിമുട്ടാവും എന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ സന്താനങ്ങൾ ഇല്ലാതെ ഇരിക്കുന്നവർ വല്ല IV അങ്ങനെയുള്ള അല്ലെങ്കിൽ കൃത്രിമ സന്താന ഉൽപാദനം, ഗർഭപാത്ര വാടകയ്ക്ക് എടുക്കുക അങ്ങനെയുള്ള ഏതെങ്കിലും രീതികളിലേക്ക് പോവുകയാണെങ്കിൽ ധനനഷ്ടം ഉണ്ടാവും. കാരണം ഒരൊറ്റ പ്രാവശ്യത്തെ നടത്താൻ പറ്റില്ല, വീണ്ടും ചിലപ്പോൾ പരീക്ഷണാർത്ഥം ഉണ്ടാവും. അതൊന്നും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വേണ്ട എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ധനം മുടക്കിയുള്ള ബിസിനസ് പറ്റിയതല്ല, ധനം മുടക്കിയിട്ടുള്ള വിദേശ യാത്ര പറ്റിയതല്ല. അതായത് വിദേശ യാത്രയ്ക്ക് വേണ്ടി ധനം മുടക്കുകയോ ബിസിനസ്സിന് വേണ്ടി ധനം മുടക്കുകയോ, ധനം മുടക്കുക എന്ന് വെച്ച് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല, കുറേ കൂടുതൽ മുടക്കുന്ന സമയത്ത് അത് തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഏത് വിഷയത്തിലായിക്കഴിഞ്ഞു. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വാക്കുകൾ കൊണ്ട്, വാക്കിൻ്റെ കാരകനും കൂടിയാണ് വ്യാഴം, വാക്കുകൾ കൊണ്ട് പരസ്പരം യോജിക്കാത്ത വിധത്തിലുള്ള വർത്തമാനം പറഞ്ഞ് വഷളാകാനുള്ള സ്ഥിതി ഉണ്ടാവും, വഷളാവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അഭിഭാഷകന്മാർ പറയാൻ വിചാരിക്കുന്ന കാര്യം മറന്നുപോയും വേറെ ചിലതകൾ പറയുകയും ചെയ്യുന്ന പക്ഷം ആ കേസുകളിൽ വഴിത്തിരിവുകളുണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കേസ് അന്വേഷിക്കുന്ന നിയമപാലകരും സേനാധിപത്യം വഹിക്കുന്നവരും ഉദ്യോഗസ്ഥർ, അതുപോലത്തെ പോലീസ് മേധാവികളും പോലീസ് അന്വേഷകരും ഇതുപോലെ വാക്കുകൾ തപ്പിയെടുത്ത് പറയുന്ന സമയങ്ങളെല്ലാം ഉണ്ടാവും. അതുപോലെ വാക്കുകൾ കൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന തൊഴിലേർപ്പെട്ടിരിക്കുന്നവർക്കും ഈ അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ കൂറുകാർക്കുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ വ്യവസായം നടത്തുന്നവർ, കൃഷി, ധാന്യങ്ങൾ പറയും, പലതും പറയും, അരി തൊട്ട് നെല്ല് തൊട്ട് ഗോതമ്പ്, ചെറുപയർ, പരിപ്പ് അങ്ങനെയുള്ള ധാന്യങ്ങൾ വ്യവസായം ചെയ്യുന്നവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്വരൂപിച്ച് വെച്ച ധനങ്ങൾക്ക് നഷ്ടങ്ങൾ വരുവാനുള്ള സാധ്യത, അല്ലെങ്കിൽ വ്യയങ്ങൾ വരുവാനുള്ള സാധ്യത, വ്യയം പറഞ്ഞ ചെലവുകൾ വരുവാനുള്ള സാധ്യത എന്നൊക്കെ പറയുന്നത്. അതുപോലെ സന്താനങ്ങളുടെ വേണ്ടി ചെലവഴിക്കുക, സന്താനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുന്ന സന്താനങ്ങൾക്ക് പഠിക്കാനായിട്ട് പണം ചെലവഴിക്കുക, അമിത ചെലവെന്ന് പറയുന്നത്.
അമിത ചെലവ്. അമിത ചെലവ് പറഞ്ഞപ്പോൾ മാർക്ക് കിട്ടേണ്ട ഇവിടെ കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ പണം ഡൊണേഷൻ കൊടുത്ത് സീറ്റ് വാങ്ങിക്കേണ്ട ഗതി വരും. അപ്പോൾ ആ സന്താനങ്ങൾക്ക് അത് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് വേണ്ടി വിദേശത്തേക്ക് പോകാനായി ഏതെങ്കിലും ഏജൻറ്റ് മുഖേന പണം കൊടുത്തു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുവാനുള്ള സാധ്യത ഉണ്ടാവും. അങ്ങനെയുള്ള വഴികളൊക്കെയാണ് ഈ അഷ്ടമത്തിലുള്ള വ്യാഴം വഴി വരുവാനുള്ള സാധ്യത. എല്ലാ വ്യാഴാഴ്ചയും വ്രതമെടുത്ത് ബുധനാഴ്ച വൈകുന്നേരം പാലോ പഴമോ കഴിച്ച്, വ്യാഴാഴ്ച കാലത്തും അതുപോലെ പാലോ പഴമോ കഴിച്ച്, ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം കഴിച്ച് വൈകുന്നേരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി സഹസ്രനാമർച്ചനയ്ക്ക് കൊടുത്ത് അവിടുത്തെ തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാൻ പറ്റുന്നതാണ്. എല്ലാ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാട് നടത്തുന്നതും വളരെ ഉത്തമമാണ്. അല്ലാത്ത പക്ഷം മാസത്തിൽ ഒരു വ്യാഴാഴ്ച മഞ്ഞപ്പട്ട്, തുളസിമാല, പാൽപായസ നിവേദ്യം എന്നിവ നൽകുന്നതും സഹസ്രനാമ അർച്ചന നടത്തുന്നതും വളരെ ഉത്തമമാണ്. പിന്നെ ദിവസേന ഒരു 20 മിനിറ്റ് നേരം വിഷ്ണു സഹസ്രനാമ സ്തോത്രം ജപിക്കുന്നതും ഈ ദോഷത്തിനെല്ലാം ശക്തി കുറയ്ക്കുവാനുള്ള സാധ്യതകളുണ്ട്. ദോഷത്തിന് ശക്തി കുറയ്ക്കാൻ, അതായത് അഷ്ടമത്തിലുള്ള വ്യാഴത്തിൻ്റെ ദോഷത്തിന് ശക്തി വരുത്താൻ പാകത്തക്ക ലെവലിലുള്ള പരിഹാരങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പരിഹാരങ്ങളെല്ലാം ചെയ്യുന്ന വിധം ഇവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം കുറച്ചൊരു അയവ് വരുവാനും സമാധാനം കിട്ടുവാനും സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് അഷ്ടമത്തിലുള്ള വ്യാഴം കൊണ്ട് എങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ളതും അതിനെ എങ്ങനെയൊക്കെ അതിൻ്റെ ശക്തി കുറയ്ക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 10 മാസം കാലയളവേ ഉള്ളൂ, അതായത് 1 വർഷം തികച്ചുമില്ല ഈ രാശിയിൽ എന്നാണ് പറയുന്നത്. 1 വർഷമാണ് സാധാരണ ഒരു രാശിയിൽ നിൽക്കാറുള്ളൂ. ഇപ്രാവശ്യം 10 മാസമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9ലേക്ക് വരും. 2 മാസത്തോളം 9ൽ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ഭാഗ്യം, ധനം എന്നുള്ളവയെല്ലാം ആ സമയത്തുണ്ടാവും. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ഉത്തമമായിരിക്കും. ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും. അതായത് ഒരു ബിസിനസ് തുടങ്ങി വെച്ച് വിജയിപ്പിക്കാൻ പറ്റുകയാണെങ്കിലും, അതുപോലെ ഒരു ബിസിനസ്സിന് ഒരു വിദേശ യാത്രയ്ക്ക് പണം കൊടുത്ത് യാത്ര പുറപ്പെടാൻ പറ്റുകയാണെങ്കിലും ഈ 2 മാസ കാലയളവിനുള്ളിൽ എല്ലാം സംഭവിച്ചിരിക്കണം എന്ന് പറയുന്നത്. ഈ 2 മാസ കാലയളവിനുള്ളിൽ എല്ലാം സംഭവിച്ചിരിക്കണം. തെറ്റിപ്പോയി കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ വീണ്ടും പഴയ ലെവലിലേക്ക് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. വീണ്ടും അത് ഒരു 2 മാസക്കാലം നിന്നിട്ട് വീണ്ടും അഷ്ടമത്തിലേക്ക് പിന്നെ വരും. അപ്പോൾ 10 മാസ കാലയളവിലാണ് ഈ വ്യാഴം നിൽക്കുന്നത്. ആ കാലയളവിലുള്ള കാര്യങ്ങൾ സാധാരണ ഈ വൃശ്ചികക്കൂറുകാർ ശ്രദ്ധിച്ച് കൈവരിക്കുക വരികയാണെങ്കിൽ വളരെ ദോഷാധികം കുറവുണ്ട്. പിന്നെ മാസങ്ങൾ ഏറ്റക്കുറച്ചിലോളം മാസങ്ങൾ കയറി വരുന്നവരും മാറ്റങ്ങൾ വരാനുള്ള, ചാരവസാലുള്ള മാറ്റങ്ങൾ വരാനുള്ള, ഓരോരോ ഗ്രഹങ്ങളും മാറി മറിയുന്നതനുസരിച്ച് ചാരവസാലുള്ള മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആദ്യത്തെ സ്റ്റാർട്ടിങ് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. കാരണം അവിടെ ചൊവ്വ നിൽക്കുന്നുണ്ട്. ചൊവ്വയും ഗുരുവും ചേർന്നൊരു യോഗത്തോടു കൂടി വരുന്ന സമയത്ത് രണ്ടും അഷ്ടമത്തിലായിട്ട് വരുമ്പോൾ അതും 9 വൃശ്ചികക്കൂറുകാർക്ക് അഷ്ടമത്തിൽ വരുന്ന സമയത്ത് രണ്ടും അഷ്ടമത്തിലായിരിക്കും. കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടുതൽ സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ ചൊവ്വയുടെ മാറ്റം വരുമ്പോൾ കുറച്ച് മാറ്റം വരുന്നതാണ്, അങ്ങനെയുള്ളതാണ്. അപ്പോൾ വൃശ്ചികക്കൂറുകൾ വളരെ ശ്രദ്ധയോടുകൂടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമസ്കാരം.